നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ചില ആഗ്രഹങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കാതെ പോകാറുമുണ്ട്. അത്തരത്തിൽ നടക്കില്ല എന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിച്ച ആഗ്രഹങ്ങൾ പോലും നിമിഷങ്ങൾക്കുള്ളിൽ സാധിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു അത്ഭുത വിദ്യയെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. പ്രപഞ്ചത്തിലെ അതിശക്തമായ 12 എന്ന ഏഞ്ചൽ നമ്പറും നമ്മുടെ വീട്ടിലെ ഉപ്പും ഉപയോഗിച്ചുള്ള ഈ രീതി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധാരണ വസ്തുക്കളാണ് ഉപ്പും വെള്ളവും. എന്നാൽ ഇവയുടെ ആത്മീയമായ ശക്തി പലർക്കും അറിയില്ല. വെള്ളത്തിന് ഓർമ്മശക്തി ഉണ്ടെന്നും അതിലേക്ക് പ്രവഹിക്കുന്ന ചിന്തകളെ വലിച്ചെടുക്കാൻ അതിന് കഴിയുമെന്നും ശാസ്ത്രീയമായി പോലും തെളിയിക്കപ്പെട്ടതാണ്. കല്ലുപ്പ് നെഗറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യാനും ദോഷങ്ങളെ അകറ്റാനും ഉപ്പിനോളം കഴിവുള്ള മറ്റൊരു വസ്തുവില്ല. ഇവ രണ്ടും ചേരുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പ്രപഞ്ചം വേഗത്തിൽ മറുപടി നൽകുന്നു. ഇനി ഇത് അത്യാവശ്യം വേണ്ടവ. ഈ വിദ്യ ചെയ്യാൻ നമുക്ക് ലളിതമായ ചില കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്നാമത്തേത്, ഒരു ചില്ല് ഗ്ലാസ് നിറയെ ശുദ്ധമായ വെള്ളം എടുക്കുക. ഒരു പിടി കല്ലുപ്പ്. കല്ലുപ്പാണ് ഏറ്റവും ഉത്തമം. അഥവാ കല്ലുപ്പ് കിട്ടാത്തവർക്ക് പൊടിയുപ്പ് എടുക്കാവുന്നതാണ്. പിന്നെ വരയിടാത്ത ഒരു വെള്ള പേപ്പർ, പഷ്ടമഷിയുള്ള പേന. പച്ച നിറം ഐശ്വര്യത്തിന്റെ വളർച്ചയുടെയും പ്രതീകമാണ്. ഇനിയും വേണ്ടത് ഒരു മെഴുകുതിരി അല്ലെങ്കിൽ അഗർബത്തിയാണ്. ഇനി ചെയ്യേണ്ട രീതി ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിന്റെ ഓരോ ഘട്ടവും വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പുലർച്ചെ 5 മണിക്ക് മുൻപായി ഇത് ചെയ്യുക. പ്രപഞ്ചത്തിലെ തരംഗങ്ങൾ ഏറ്റവും ശാന്തമായിരിക്കുന്ന ബ്രഹ്മമുഹൂർത്തമാണിത്. മനസ്സ് ശാന്തമാക്കി ഒരിടത്തിരിക്കുക. ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക. അത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നതാണ്. വെള്ളത്തിലേക്ക് കല്ലുപ്പിട്ട് അത് അലിയുന്നത് നോക്കിയിരിക്കുക. നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെല്ലാം അലിഞ്ഞു പോകുന്നു എന്ന് സങ്കല്പിക്കുക. ഇനി വെള്ള പേപ്പറിൽ പച്ച പേന കൊണ്ടൊരു വട്ടം വരയ്ക്കേണ്ടതാണ്. അതിനുള്ളിൽ മുകളിൽ നിങ്ങളുടെ പേരെഴുതുക. പേരിന് താഴെ നിങ്ങളുടെ ആഗ്രഹം ഒരൊറ്റ വാചകത്തിൽ എഴുതുക. ഉദാഹരണത്തിന്, എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു, അല്ലെങ്കിൽ എന്റെ കടബാധ്യതകൾ തീർന്നു. നടക്കാൻ പോകുന്നു എന്നല്ല, നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ വേണം എഴുതുവാൻ. ഇനി അടുത്തത് ഏഞ്ചൽ നമ്പറാണ്. അതായത് ആഗ്രഹത്തിന് താഴെയായി വലിയ അക്ഷരത്തിൽ 12 എന്ന് എഴുതുക. ശേഷം താങ്ക് യു യൂണിവേഴ്സ് എന്ന നന്ദി രേഖപ്പെടുത്തുക. ഇനി പേപ്പർ മടക്കി ആ ഉപ്പുവെള്ളത്തിലേക്ക് ഇടുക. പേപ്പർ വെള്ളത്തിലിട്ട ശേഷം ആ ഗ്ലാസ്സിലേക്ക് തന്നെ നോക്കിയിരിക്കുക. ഏകദേശം 2 മുതൽ 5 മിനിറ്റ് വരെ നിങ്ങളുടെ ആഗ്രഹം സഫലമായതായി മനക്കണ്ണിൽ കാണുക. ആ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുക. നിങ്ങളുടെ ഈ പോസിറ്റീവ് എനർജി ആ വെള്ളത്തിലേക്കും പേപ്പറിലേക്കും ആവാഹിക്കപ്പെടുകയാണ്. ഇനി ഈ ഗ്ലാസ് സുരക്ഷിതമായി ആരും തട്ടാത്ത ഒരിടത്ത് 24 മണിക്കൂർ സൂക്ഷിച്ചു വെക്കുക. അടുത്ത ദിവസം ഇതേ സമയത്ത് ഈ വെള്ളവും പേപ്പറും എടുത്ത് പുറത്ത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുക. പ്രകൃതിയിലേക്ക് നമ്മുടെ ആഗ്രഹം തിരികെ സമർപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഫ്ലാറ്റിലുള്ളവർക്ക് സിങ്കിൽ ഒഴുകി കളയാവുന്നതാണ്. പൂർണ്ണ വിശ്വാസമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ഇതൊന്നും നടക്കില്ല എന്ന സംശയത്തോടെയല്ല, മറിച്ച് ഇതെനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇത് ചെയ്യുക. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും വിവാഹ തടസ്സം നേരിടുന്നവർക്കും ഇത് വലിയൊരു അനുഗ്രഹമായി തീരും. നിങ്ങൾക്കിത് ഉപകാരപ്രദമായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള ആത്മീയ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.